ഇപ്പോൾ CPI നേതാവ് കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് അവരുടെ രാഷ്ട്രീയങ്ങളെ ഇപ്പോൾ തന്നെ സ്തംഭിച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അത് ഇതും കൂടെ ആകുമ്പോൾ അവർക്കൊരു ആയുധമായി മാറില്ല സ്വാഭാവികമായിട്ട്. നിയമസഭ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ കോഴ ഇടപാടാണ് സർക്കാരിനെ സംബന്ധിച്ച്. സർക്കാർ ഒരു പ്രൈം പ്രോജക്റ്റിലാണ് കോഴ ഇടപാട് വന്നിരിക്കുന്നത്. കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആവുള്ളൂ. അതുവരെ അത് ആരോപണമല്ലേ. സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം. ഈ അന്വേഷണമൊന്നും സർക്കാരിനെ ബാധിക്കുന്നു. ലെഫ്റ്റ് എങ്ങനെ പ്രതിരോധിക്കും? ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുക? അറസ്റ്റ് ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. ശിവശങ്കർ കോഴ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല CPI. ശിവശങ്കർ കോഴ വാങ്ങിയോ ഇല്ലയോ ഞാനിങ്ങനെ അറിയില്ല. അല്ല, അതാണല്ലോ ആരോപണം. നിങ്ങൾ വിശ്വസിക്കുന്നു? അല്ല, ഞാൻ പാർട്ടിയോടാണ് ചോദിക്കുന്നത്, പാർട്ടി സെക്രട്ടറിയോടാണ്. അല്ല, പാർട്ടിക്ക് അങ്ങനെ അന്വേഷണമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഒരാരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അതാവുള്ളൂ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അല്ല, അന്വേഷണം ഇതിനുള്ള വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് അന്വേഷണത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അന്വേഷണം എങ്ങനെ വേണേലും ആകാം, മനസ്സിലായില്ലേ? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തു. അത് എന്ത് കേസായിരുന്നു? സിദ്ദിഖ് കാപ്പനെതിരെ എന്ത് കേസാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളുടെ സഹപ്രവർത്തകനാണല്ലോ. അപ്പൊ കേസ് അന്വേഷിക്കുക, അത് കോടതി പോവുക, ഇതൊക്കെ സാധാരണയുള്ള കാര്യം. അസാധാരണമായി CPI അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന നടപടിയാണ്. ഇത് സർവീസിലുള്ള ആളല്ല, ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. 1 കോടി രൂപ അക്കൗണ്ടിന് ലോക്കറിൽ പിടിച്ചെടുത്തു. ഉണ്ടെങ്കിൽ പിടിക്കട്ടെ. മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് 1 കോടി പിടിച്ചത്. അതെ, അത് കേസ് അന്വേഷിക്കുകയല്ലേ. അങ്ങനെ പല കേസിലും